മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഉപനിഷത്തിൻ്റെ ലെവലിൽ നമ്മൾ എത്തുമ്പോൾ ഭാരതീയ ഈശ്വര സങ്കല്പത്തിന് രൂപഭാവങ്ങളില്ല. ക്ഷേത്രത്തിൻ്റെ ലെവലിൽ നമ്മളൊരു വിഗ്രഹം വയ്ക്കും. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഭാഗമായിട്ടുള്ള സോളാർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമിയുടെ ഭാഗമായിട്ടുള്ള ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സഹ്യപർവ്വതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ കുന്ന് അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ ഒരു പാറക്കഷ്ണമെടുത്ത് അതിനെ ചീവി മിനുക്കി മനുഷ്യന് ഏറ്റവും അടുപ്പമുള്ള രൂപം മനുഷ്യന്റെ രൂപം തന്നെയാണ്. മനുഷ്യന് അട്രാക്ഷനും മനുഷ്യന് ഡിപ്പെൻഡൻസും മനുഷ്യനെ ഏറ്റവും അധികം അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നത് മനുഷ്യനെ തന്നെയാണ്. അപ്പം മനുഷ്യന്റെ രൂപത്തിൽ ഈശ്വരനെ ഉണ്ടാക്കിയിട്ട് യാഗശാലയുടെ രൂപത്തിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി അതിൽ ഉത്തരവേദിയുടെ രൂപത്തിൽ ശ്രീകോവിലുണ്ടാക്കി ഉത്തരവേദിയിൽ 24 മണിക്കൂറും ജ്വലിക്കുന്ന അഗ്നിയുടെ സ്ഥാനത്ത് വിഗ്രഹം ചൈതന്യം എടുത്തും കൊടുത്തും കൊണ്ട് നിൽക്കുന്നു. അഗ്നിക്ക് നമ്മൾ പലതും സമർപ്പിക്കുന്നു, വിറക് സമർപ്പിക്കുന്നു, എടുക്കുന്നു, ചൂടും പ്രകാശവും തരുന്നു. അങ്ങനെ വിഗ്രഹത്തിൻ്റെ രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കുന്നത് ഒന്നാമത്തെ ലെവല്. രണ്ടാമത്തെ ലെവലിലെത്തുമ്പോൾ മനുഷ്യൻ തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഉയരുന്നു. സംഗീത മണ്ഡലത്തിൽ യേശുദാസ് ഒരു അവതാരമാണ്, സാഹിത്യ മണ്ഡലത്തിൽ ONV കുറുപ്പ് ഒരു അവതാരമാണ്, ശാസ്ത്രമണ്ഡലത്തിൽ CV രാമൻ ഒരു അവതാരമാണ്, അതുപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു അവതാരമാണെന്ന് പറയുന്ന രീതിയിൽ ആത്മീയ മണ്ഡലത്തിൽ രമണ മഹർഷിയായാലും രാമകൃഷ്ണ പരമഹംസരായാലും ശ്രീകൃഷ്ണനായാലും വിവേകാനന്ദനായാലും ശ്രീരാമനായാലും അവതാരങ്ങളുടെ ലെവലിലേക്ക് ഉയരുന്നു. മൂന്നാമത്തെ ലെവലിലെത്തുമ്പോൾ അകത്തും പുറത്തുമുള്ള ചൈതന്യം സൃഷ്ടിസ്ഥിതി സംഹാര ചൈതന്യവും ത്രിമൂർത്തി ചൈതന്യവും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്ന് പറയുന്ന ത്രിശക്തി ചൈതന്യവുമാണെന്ന് തിരിച്ചറിയുന്ന ലെവലിലേക്ക് ഉയരുന്നത് മൂന്നാമത്തെ ലെവലിലുള്ള ആത്മീയത. നാലാമത്തെ ലെവലിലെത്തുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഈശ്വരനായിട്ട് കാണാൻ സാധിക്കാം. വിശ്വരൂപത്തില് വിഷ്ണു സഹസ്രനാമത്തിൽ അതാ വിവരിക്കുന്ന, വേദത്തില് പുരുഷ സൂക്തത്തിൽ അതാണ് വിവരിക്കുന്നത്. നാലാമത്തെ ലെവല് വേദത്തിന്റെ. അഞ്ചാമത്തെ ലെവലിലെത്തുമ്പോൾ അത് ഉപനിഷത്തിന്റെ ലെവലാണ്, ഹയസ്റ്റ് ലെവലാണ്. എല്ലാവരും ആ ലെവലിൽ എത്തണമെന്നില്ല, എത്താൻ ബുദ്ധിമുട്ടുമാണ്, ഉൾക്കൊള്ളാൻ വളരെ വിഷമമാണ്. ഉപനിഷത്തിന്റെ ലെവലിലൂടെ ഈശ്വരനെ വിവരിച്ചാല് അത്ര എളുപ്പമല്ല മനസ്സിലാക്കാൻ. കേൾക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ എത്തുമ്പോൾ നമ്മൾ ഈശ്വരനെ കുറിച്ച് പറയുന്ന വരി എങ്ങനെയാ അറിയാമോ? യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ. വളരെ സിമ്പിളാണ്. യതോ വാ ഇമാനി ഭൂതാനി തസ്യാർത്ഥഃ ഇമാനി ജീവജാലാനി വൃക്ഷാണി വൃക്ഷലതാനി സർവഭൂതാനി ചരാചരാണി ഭൂതാനി യതോ വാ ജായന്തേ. എവിടെ നിന്നാണോ ഈ സർവചരാചരങ്ങളും ഉത്ഭവിച്ചത്? യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ. പഠിക്കണം. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ. ഈ ജീവജാലങ്ങളെല്ലാം ചരാചരങ്ങളെല്ലാം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഒന്നുകൂടി പറയാം. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ. രണ്ടാമത്തേത് ഏന വാ ജാതാനി ജീവന്തി. ഏന ചൈതന്യേന ഏന ഊർജേണ ഇമാനി ജാതാനി ജീവജാലാനി ജീവന്തി അത്ര വർത്തന്തി. ഈ ജീവജാലങ്ങള് എങ്ങനെയാണോ നിലനിൽക്കുന്നത്? ഒന്ന്, ഏതിൽ നിന്നാണോ ജനിക്കുന്നത്? രണ്ടാമത്തേത്, ഏതിന്റെ ചൈതന്യത്തിലാണോ നിലനിൽക്കുന്നത്? ഏന വാ, ഏതൊന്നിൻ്റെയാണോ
ഏനവാ ജാതാനി ജീവന്തി, ജനിച്ചവയെല്ലാം നിലനിൽക്കുന്നത്. യത് പ്രയന്തി അഭി സംവിശന്തി അന്ത്യകാലേ പരിണാമകാലേ സർവേഷാം ജീവജാലാനി പ്രയതി അഭിഗച്ഛന്തി പ്രയത്യഭിഗച്ഛന്തി. ഈ ജീവജാലങ്ങൾ ജനിക്കുന്നു, കുറെ കാലം നിലനിൽക്കുന്നു, അന്ത്യത്തില് അവ എങ്ങോട്ടാണോ തിരിച്ചു പോകുന്നത്, യത് പ്രയന്തി അഭിസംവിശന്തി. അപ്പോൾ ഏനവാ ഇമാനി ജാതാനി ജീവന്തി, ഏത് ചൈതന്യത്താലാണോ നിലനിൽക്കുന്നത്, അന്ത്യത്തിൽ ഏത് ചൈതന്യത്തിലേക്കാണോ തിരിച്ചു പോകുന്നത്, യത് പ്രയന്തി അഭിസംവിശന്തി, റിട്ടേൺസ് ടു ദി പോയിന്റ്. തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി, അതാണ് ബ്രഹ്മം, അതാണ് പരമമായ ഈശ്വരൻ. ഇപ്പൊ പരമമായ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉപനിഷത്തിന്റെ ലെവലിൽ എത്തുമ്പോഴാണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അതിനപ്പുറം നമുക്ക് മാനസികമായിട്ട് എത്താൻ സാധിക്കില്ല. അപ്പോ ഓർമ്മിക്കാനുള്ളത്, ശരിക്ക് ഡോക്ടർ സിറിൽ പൊന്നമ്പരുമ എന്ന് പറയുന്ന ഒരു ശ്രീലങ്കക്കാരനായ ഇറ്റാലിയൻ സയന്റിസ്റ്റ്, ഇറ്റാലിയനോ ജർമ്മനോ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടിരുന്നു. RRL ഹൈദരാബാദില്, റീജിയണൽ റിസർച്ച് ലാബറട്ടറി ഹൈദരാബാദിൽ, IICT എന്നാണ് ഇപ്പോഴത്തെ അതിന്റെ പേര്. അവിടെ PhD ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹം വന്ന് ഒരു വലിയ ട്യൂബിലും മീഥെയിനും അമോണിയായും എല്ലാം എങ്ങനെയാണ് അദ്ദേഹം ഫില്ല് ചെയ്തിട്ട് ഹൈ ഇലക്ട്രിസിറ്റി, ലൈറ്റ്നിങ്ങിന്റെ, ഇടിമിന്നലിന്റെ അത്രയും വോൾട്ടേജ് കൊടുത്ത് ഈ പ്രൈമറി അമീൻസും പിന്നെ പ്രൈമറി അമീൻസിൽ നിന്ന് അമിനോ ആസിഡുകളും, അമിനോ ആസിഡുകൾ അഗ്രിഗേറ്റ് ചെയ്തിട്ട് പ്രോട്ടീൻ മോളിക്യൂളുകളും എല്ലാം ഉത്ഭവിച്ചത് എങ്ങനെയാണെന്ന് ഞങ്ങളുടെ ലാബറട്ടറിയിൽ 10-600 സയന്റിസ്റ്റുമാരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം IICT ഹൈദരാബാദിൽ വിവരിക്കുകയുണ്ടായി. അപ്പൊ വെറും കാർബണിൽ നിന്ന് മീഥെയിനും, മീഥെയിനിൽ നിന്ന് അമിനോ ആസിഡ്, ഇപ്പുറത്തെ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന അമോണിയയും മീഥെയിനും ചേർന്ന പ്രൈമറി അമീൻസ്, അത് ഓക്സിഡൈസ് ചെയ്തിട്ട് അസറ്റിക് ആസിഡ് മാതിരി, പിന്നീട് അമിനോ ആസിഡ് മാതിരി, പിന്നെ അമിനോ ആസിഡുകൾ കോൺഗ്ലോമറേറ്റ് ചെയ്തിട്ട് പ്രോട്ടീനുകളായിട്ട് മാറുന്നതും, ഈ പ്രോട്ടീനുകളുടെ അഗ്രിഗേഷനാണ് വൈറസിന്റെ എവല്യൂഷനാണ് ബാക്ടീരിയ, പിന്നെ ഈസ്റ്റ്, പിന്നെ അമീബ തുടങ്ങിയ ഓരോന്നിന്റെയും എവല്യൂഷൻ. അപ്പോൾ ഏത് കാരണമാണോ ഈ ജീവജാലങ്ങൾ ഉണ്ടായത്, ഏനവാ, അതായത് ഏന ഇമാനി ഭൂതാനി ജായന്തി, ഇവയെല്ലാം ഏത് ശക്തിയുടെ അടിസ്ഥാനത്തിലാണോ ഉണ്ടായത്. അപ്പോ ഏനവാ ജാതാനി ജീവന്തി, ജനിച്ചവയെല്ലാം ഏത് ഡയറക്ഷൻ അനുസരിച്ചിട്ടാണോ നിലനിൽക്കുന്നത്, യത് പ്രയന്തി അഭിസംവിശന്തി, അന്ത്യത്തിൽ ഇവയെല്ലാം എങ്ങോട്ടാണോ പോകുന്നത്, തത് വിജിജ്ഞാസസ്വ, അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. തത് ബ്രഹ്മേതി, അതാണ് ബ്രഹ്മമെന്ന് മനസ്സിലാക്കാം. ഓർമ്മിക്കുക, ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. 5ാമത്തെ ലെവലിൽ നമ്മൾ എത്തുമ്പോഴാണ് ലോകത്തിലെ 9 മതങ്ങളുള്ളതില് 8 മതത്തിലും ഒരു ലെവലേ ഉള്ളൂ. ഏത് പുണ്യവാളനും, ഏത് കർദിനാളിനും, ഏത് സെയിന്റിനും ഒരു ലെവലേ ഉള്ളൂ. ഭാരതത്തിൽ മാത്രമാണ് ഈ 5 ലെവലുള്ളത്. ഈ 5 ലെവലിൽ 5ാമത്തെ ലെവലിലാണ്, ഉപനിഷത്തിന്റെ ലെവലിലാണ് ബ്രഹ്മം, ജീവാത്മാവ്, പരമാത്മാവ്, മഹാമായ തുടങ്ങിയ വാക്കുകളൊക്കെ വരുന്നത്. യഥാർത്ഥത്തില് ആ ലെവലാണ് ഇപ്പൊ ഉപനിഷത്തിന്റെ ലെവലിൽ ഈശ്വരനെ കുറിച്ച് വിവരിച്ചത്. പ്രണാമം, നമസ്കാരം.